പലരും പലതും പറയാറൊക്കെ ഉണ്ട്. അയ്യോ ഞാൻ പറയുമ്പോൾ ഇമോഷണൽ ആവും. എന്നാലും എന്താണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് പറയും. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങളിവിടെ എന്തിനു മോദിക്കൊണ്ടിരിക്കുന്നു വെച്ചിട്ട് അങ്ങനെ ഹാപ്പി ആനിവേഴ്സറി. അന്തല്ലാതെ പോവാ നിങ്ങള് വണ്ടി ഓടിച്ചാണ്ട്. അല്ലെങ്കിൽ അന്തല്ലേ കേക്ക് ഞാൻ നാട്ടുകാരെ കൂടി അറിയിച്ചോ. എവിടേക്കാ പോണത് നിങ്ങൾക്ക് അറിയില്ല എവിടേക്കാ പോണത്. ഹലോ, എന്തൊക്കെയുണ്ട് വർത്താനം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങളുടെ സുഖമായിട്ട് അടിപൊളിയായിട്ടിരിക്കുന്നു. അതിന് പുറമെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുള്ള ഞങ്ങളൊരു സ്പെഷ്യൽ ഡേ ആണെന്ന്. എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും തമിഴ് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. എന്നാലും എന്താണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് പറയും. ഓർക്ക് മനസ്സിലായിണ്ടാവും തമിഴ് കണ്ടിട്ട്. ഇന്ന് ഞങ്ങളുടെ 5ാം വിവാഹ വാർഷികമാണ്. ഞങ്ങള് തല്ലൂടിയും വഴക്കിട്ടും പിന്നെന്താ ഇണങ്ങിയും പിണങ്ങിയും പരിഭവങ്ങൾ പറഞ്ഞും പിന്നെ ഓരോ സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഒരുമിച്ച് ഷെയർ ചെയ്തിട്ടും പരസ്പരം കെയർ ചെയ്തിട്ടും ചീത്ത വിളിച്ചിട്ടും ഒക്കെ ഉള്ള ഞങ്ങളുടെ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്നേക്ക് 5 വർഷമായി. ശരിക്കും ഞങ്ങൾ ഒരുമിച്ചുള്ള ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട് 5 അല്ല 7 വർഷം കഴിഞ്ഞില്ലേ. ജനുവരി 30-ാം തീയതിക്ക് 7 വർഷം കഴിഞ്ഞു. കാരണം ഞങ്ങളെ കല്യാണം 2 വർഷം ഉറപ്പിച്ചിട്ടതാണ്. അതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ കല്യാണം കഴിക്കുന്നത്. അപ്പം 5ഉം 2ഉം 7 വർഷമായി. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സഹിച്ച് പോണില്ലേ. എങ്ങനെയുണ്ട് ഈ ഒരുമിച്ചുള്ള 5 വർഷം, കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള 5 വർഷങ്ങൾ എങ്ങനെയുണ്ട്? അതിലൊരു ഉഷാറില്ലല്ലോ പറയാറ്. അതെ, ശരിക്കും അങ്ങനെ ഉണ്ട് നമ്മുടെ ദാമ്പത്യ ജീവിതം. ഗുഡ് മോർണിംഗ്. രണ്ടാളും കൂടി വീഡിയോ എടുത്തോണ്ടിരുന്നതിൻ്റെ ഇടയിൽ ഇപ്പോൾ പെട്ടെന്ന് ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ഗുഡ് മോർണിംഗ് ആയിട്ട് വന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ. ആ വീഡിയോ ഇന്നലെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അത് ഇന്നലെ രാത്രി 12 മണിക്ക്, അതായത് ഫെബ്രുവരി 5-നാണല്ലോ ഞങ്ങൾ വെഡിങ് ആനിവേഴ്സറി. ഫെബ്രുവരി 5 ആയപ്പോൾ തന്നെ ഇന്നലെ രാത്രി 12 മണിയായപ്പോൾ ഞങ്ങൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ, ഒരുമിച്ചെടുത്ത വീഡിയോ ആണ്. പക്ഷെ അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റിയില്ല. കാരണം ഏട്ടന് ഭയങ്കര ചുമയായിരുന്നു. ഇവിടെ വിൻ്റർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏട്ടന് ചുമ വരിക, എന്തോ ഒരു അലർജി ആണെന്നാണ് നമ്മൾ കുറേ ഡോക്ടേഴ്സിനെ കാണിച്ചിട്ടുണ്ട്, നാട്ടിലും ഇവിടെയൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തണുപ്പാകുമ്പോൾ വരുന്ന എന്തോ ഒരു അലർജിയാണ് ഏട്ടൻ. അതെല്ലാ കൊല്ലവും കറക്റ്റ് ആ സമയമാകുമ്പോൾ ഈ തണുപ്പ് തുടങ്ങി കഴിഞ്ഞാൽ വരും ചെയ്യും. ഒരുപാട് മെഡിസിൻസ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്, നാട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടും ഇവിടെ ഡോക്ടറെ കാണിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെങ്കിൽ എന്തൊക്കെ മരുന്ന് കഴിച്ചിട്ടും കാര്യമില്ല, അത് അങ്ങനെ മാറില്ല. ഒരു 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് ചുമ ഉണ്ടാവും. പിന്നെ 3 മാസം കഴിയുമ്പോൾ തനിയെ ഒരു മരുന്നും കഴിച്ചിട്ടില്ലെങ്കിലും 3 മാസം കഴിഞ്ഞ് തനിയെ ആ ചുമ അങ്ങനെ മാറും ചെയ്യും. പക്ഷേ ഈ ഒരു 3 മാസം എന്ന് പറയുന്നത് അത് ഏട്ടന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം സംസാരിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ഒക്കെ ചുമയാണ്. ഒന്നും ചെറുതായിട്ടൊന്നും സംസാരിച്ചാൽ അപ്പം ചുമയ്ക്കാൻ തുടങ്ങും. അതുപോലെ തന്നെ ഫുഡ് കഴിക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴൊക്കെ ഈ ചുമ ഉണ്ട്. അത് കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നിട്ടും ഞങ്ങൾ നല്ല വീഡിയോ എടുത്ത് നോക്കാമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷെങ്കിൽ ഏട്ടൻ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ആ വീട്ടിൽ അധികം ഏട്ടൻ അങ്ങനെ സംസാരിക്കുന്നില്ല. കാരണം ചുമ വരിച്ചിട്ട് മിണ്ടാണ്ടിരിക്കുക കേട്ടോ മൂപ്പര്. പക്ഷെ എന്നിട്ട് സംസാരിച്ച് തുടങ്ങിയപ്പോൾ പിന്നെ ചുമയായി. അപ്പോൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചുമയ്ക്കണ കാരണം അത് വീഡിയോയ്ക്ക് ഒരു ബുദ്ധിമുട്ടാണ്. ആ ഏട്ടനും ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയപ്പോൾ പിന്നെ ഞങ്ങൾ ഇന്നലെ അത് സ്റ്റോപ്പ് ചെയ്തു. ഇന്നിപ്പോൾ ഞാൻ എന്നിട്ട് ഒറ്റയ്ക്ക് അതാണ് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത്. അപ്പോൾ എന്താ പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്ന് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ വീഡിയോസിൽ ഇപ്പോൾ കുറേ നേരമായി പറയുന്നത് ഞങ്ങളെ വെഡിങ് ആനിവേഴ്സറി ആണെന്നുള്ളത്. അപ്പം ഞങ്ങളുടെ ഈ 5ാം വിവാഹ വാർഷികത്തിൻ്റെ ഒരു കുഞ്ഞു വ്ളോഗാണെന്ന്. ഒരുപാട് പരിപാടികളൊന്നുമില്ല. ഒന്നാമത് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഇവിടെ ഉള്ളൂ. കസിൻസ് ഒക്കെ ഉണ്ട്, എന്നാലും ഇന്ന് വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ എല്ലാവർക്കും ഓഫീസും തിരക്കുകളൊക്കെ ഉണ്ട്. ഞങ്ങൾ രണ്ടാളും മാത്രമുള്ള ഒരു കുഞ്ഞാഘോഷം, ഞങ്ങളുടേതായ രീതിയിലുള്ള കുറച്ച് സന്തോഷ നിമിഷങ്ങൾ. അപ്പം അത് ഞാനൊരു വ്ളോഗായിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. 5 വർഷമായി ഞങ്ങളെ കല്യാണം കഴിഞ്ഞുള്ളത് വിശ്വസിക്കാനേ പറ്റില്ല. ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുകയാണ്. എത്ര പെട്ടെന്നല്ലേ വർഷങ്ങളും മാസങ്ങളൊക്കെ പോണത്. പിന്നെ ഈ 5 വർഷത്തെ ഞങ്ങളുടെ ലൈഫ് എങ്ങനെ ഉണ്ടായിരുന്നു വെച്ചാൽ, എൻ്റെ ഭാഗം പറയുകയാണെങ്കിൽ, എനിക്ക് പേരൻ്റെ കാര്യം ഏട്ടനോടൊന്നും ചോദിക്കണം. എൻ്റെ ഭാഗം ചോദിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു.
പിന്നെ എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവുന്ന പോലെ അപ്പ് ആൻഡ് ഡൗൺസും സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ കൂടി മിക്സ് ആയിട്ടുള്ള എല്ലാ ഫീലിങ്സും ഉള്ള ഒരു ലൈഫ് തന്നെയാണ്. എൻ്റെ എന്ത് സിറ്റുവേഷൻസിലും എന്ത് കാര്യങ്ങൾക്കും എനിക്ക് അത്രയും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരാളാണ് ഏട്ടൻ. എല്ലാത്തിനും ഭയങ്കര സപ്പോർട്ടീവാണ്. എന്താ പറയുക, നമ്മളെ മനസ്സിലാക്കണ, നമ്മളെ കെയർ ചെയ്യുന്ന, നമുക്ക് അവർക്ക് നമ്മൾ കൊടുക്കുന്ന അതേപോലത്തെ റെസ്പെക്റ്റ് നമുക്ക് തരുന്ന അത്രയും ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പാർട്ട്ണറെ കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഭാഗ്യമാണ്. അപ്പം ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര ലക്കിയാണ്. എൻ്റെ അമ്മ തന്നെ എപ്പോഴും പറയും, ഒരു ദിവസം എൻ്റെ അമ്മയ്ക്ക് വയ്യാണ്ടായിട്ടോ. അപ്പം എൻ്റെ അമ്മയ്ക്ക് പാതി ബോധമേ ഉള്ളൂ. പക്ഷെ ആ ബോധത്തിൽ അമ്മ ഇങ്ങനെ ഓരോന്ന് പറയുകയാണ്. അപ്പം അനിയനോട് ഇങ്ങനെ ഓരോ പറയുന്നുണ്ട്, ഈ പഠിക്കണം കേട്ടോ, ഈ അങ്ങനെ അമ്മ പെട്ടെന്ന് ബേജാറായിട്ട് എന്തോ പറയുകയാണ്, പെട്ടെന്ന് വയ്യാണ്ടായപ്പം അങ്ങനെ പറയാണ്. അപ്പോൾ ഓനോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അമ്മ പിന്നെ പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് എൻ്റെ മോളെ കുറിച്ച് ആലോചിച്ചിട്ട് ഒരു വിഷമവും, കാരണം ഓൾക്ക് അതുപോലത്തെ ഒരു കെട്ടിയോനെയാണ് കിട്ടിയത്. ഓൻ്റെ മോളെ പൊന്നുപോലെ രാജകുമാരനെ പോലെ നോക്കുന്നു എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് എനിക്ക് ഓളെ കാര്യം ആലോചിച്ചിട്ട് ഒരു വിഷമമില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് അമ്മ അത് പാതി ബോധത്തിലാണ് പറയുന്നത്. അപ്പൊ അത് അമ്മേന്റെ മനസ്സിൽ നിന്ന് വന്ന കാര്യമാണ്, ഉള്ളിലുള്ള കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഏട്ടൻ. ഇനി അതുപോലെ ഒരു കുഞ്ഞു കുട്ടീനെ പോലെയാണ് എപ്പോഴും കെയർ ചെയ്യുക. പലരും പലതും പറയാറൊക്കെ ഉണ്ട്. അയ്യോ ഞാൻ പറയുമ്പോൾ ഇമോഷണൽ ആവും. പട പല സൈഡിൽ നിന്നും പല പല പ്രശ്നങ്ങളുണ്ടാകുമ്പോഴും ഒരുപാട് കുറ്റപ്പെടുത്തലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ പോട്ട് പുല്ലെന്ന് പറഞ്ഞിട്ട് എന്നെ ചേർത്ത് നിർത്തിയിട്ടുണ്ട്, എന്നെ അത്രയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എന്ത് കാര്യം ഉണ്ടെങ്കിലും ഭയങ്കരമായിട്ട് കെയർ ചെയ്യും. ഇപ്പം എൻ്റെ കയ്യിൽ അപ്പം ഞാനൊരു ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ. കാരണം ഞാൻ ഭയങ്കരമായിട്ട് ഇമോഷണലായി പോയി. ഏട്ടനെ കുറിച്ച് പറയാൻ തുടങ്ങി അങ്ങനെയാണ്. എനിക്ക് സന്തോഷം കൊണ്ടാണ്. എനിക്ക് ഏട്ടനെ കുറിച്ച് പറയാൻ തുടങ്ങി എനിക്ക് നിർത്താൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും ഞാൻ. കാരണം മൂപ്പര് അടിപൊളിയാണ്, അതുകൊണ്ടാണ്. അപ്പം അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി ഇങ്ങനെ കുറേ പറയാൻ വയ്ക്കുന്നില്ല. ഞാൻ പറയാൻ തുടങ്ങിയ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം ഇതൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഞങ്ങൾ എനിക്ക് ഏട്ടനോട് കുറേ സോറി, എത്ര സോറി പറഞ്ഞാലും മതിയാവാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഞാൻ കുറേ ഇടങ്ങേറാക്കിയിട്ടുണ്ട് ഏട്ടനെ. ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ വിഷമിക്കണ ഒരു സിറ്റുവേഷൻ വന്നപ്പം ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ വിഷമിക്കുകയാണ് ആ സമയത്ത്. പക്ഷേങ്കിൽ ഏട്ടനപ്പം അത് ഉള്ളിൽ ഒതുക്കി ഏട്ടൻ അതിങ്ങനെ സ്വയം മാനേജ് ചെയ്യണം. പക്ഷേ എനിക്കത് പറ്റാതെ എനിക്ക് ടെൻഷൻ കൂടി സ്ട്രെസ്സായിട്ട് ഞാനത് മുഴുവൻ ഏട്ടനെ മേലെ തീർക്കണത്. പക്ഷെ അപ്പോഴും എടി ഞാനും ഈ സിറ്റുവേഷനിലൂടെ പോകണത്, ഈ എന്താ ഇങ്ങനെ ചെയ്യണത്, നിൻ്റെ അവസ്ഥ എന്താ ഈ മനസ്സിലാക്കാത്ത, അങ്ങനെ ഒന്നും ഏട്ടൻ ചോദിക്കുകയും ഇന്ന അടുത്ത് ദേഷ്യപ്പെടും ഒന്നും ചെയ്തിട്ടില്ല. അപ്പോഴും ഇന്നെ സമാധാനിപ്പിച്ച് ഇന്നെ ചേർത്ത് നിർത്തി ഇന്നെ അത്രയും കെയർ ചെയ്തിട്ടേ ഉള്ളൂ. ഇന്നെ അങ്ങനെ കൊണ്ടുനടന്നിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും ഞാൻ മന്ദബുദ്ധി, എനിക്ക് എൻ്റെ വിവരമൊക്കെ ആയിട്ട് ഞാനതൊന്നും മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ അപ്പോഴും ഏട്ടനിട്ട് ഇടങ്ങാറാക്കിക്കൊണ്ടേയിരുന്നു. പക്ഷെ പിന്നെ അത് ആലോചിച്ചപ്പോൾ എനിക്ക് ഭയങ്കര, ഇപ്പോഴേക്കും അത് ആലോചിക്കുമ്പോൾ ഭയങ്കര ഒരു നെഞ്ചുകുത്താണ്. ഞാൻ അന്ന് അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഏട്ടന് അടിപൊളി പാർട്ണറാണോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെങ്കിൽ ഏട്ടൻ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റാണ്. ഞാൻ എൻ്റെ കല്യാണത്തെ പറ്റി ചിന്തിക്കുമ്പോൾ എനിക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ ആഗ്രഹം ഇന്നെ മനസ്സിലാക്കണ, ഇന്നെ പൊന്നുപോലെ നോക്കണം, എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളാണ്. അല്ലാണ്ട് ഒരുപാട് സ്വത്തുള്ള, ഒരുപാട് പണമുള്ള, വലിയ പൊസിഷനിൽ വർക്ക് ചെയ്യണ അങ്ങനെയൊന്നും ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. ഞാൻ ആഗ്രഹിച്ചത് ഇന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളായിരിക്കണം, എന്നെ മനസ്സിലാക്കുന്ന ഒരാളായിരിക്കണം എന്നാണ്. അപ്പോൾ ദൈവം സഹായിച്ചിട്ട് എനിക്ക് അതുപോലെ ഒരാളെ കിട്ടി. 5 വർഷമായിട്ട് ഞങ്ങൾ ആ ജേണി അടിപൊളിയായിട്ട് പോകണം. അപ്പോൾ ഇനി ഒരുപാട് വർഷങ്ങൾ ഇതുപോലെ പോകാൻ പറ്റട്ടെ എന്നുള്ള ഒറ്റൊരു പ്രാർത്ഥന എനിക്ക് ദൈവത്തിനോടുള്ളൂ. അപ്പോൾ നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞങ്ങളെ വെഡിങ് ആനിവേഴ്സറി, ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ നാട്ടിലും ഏട്ടനും ഇവിടെയായിരുന്നു. അത് ഞങ്ങൾ ലോങ് ഡിസ്റ്റൻസിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി അങ്ങനെ പോയി. പിന്നെ രണ്ടാമത്തെ വെഡിങ് ആനിവേഴ്സറി ഞങ്ങൾ അടിപൊളിയായിട്ട് ആഘോഷിച്ചു കേട്ടോ. അന്ന് നാട്ടിലായിരുന്നു. അപ്പോൾ ഏട്ടൻ ഞാൻ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റത്തെ എന്തായാലും മിസ്സായി. അതുകൊണ്ട് സെക്കൻഡ് വെഡിങ് ആനിവേഴ്സറി അടിപൊളിയായിട്ട് ആഘോഷിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഏട്ടൻ നാട്ടിലേക്ക് വന്ന്. ആ സമയപ്പോൾ വന്നു. എന്നിട്ട് എല്ലാവരെയും അത്യാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ വിളിച്ചു. ഏട്ടൻ്റെ കുറച്ച് ഫ്രണ്ട്സ്, അച്ഛൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, പിന്നെ എൻ്റെ ഫാമിലി, പിന്നെ ഏട്ടൻ്റെ കുറച്ച് റിലേറ്റീവ്സ്, കസിൻസ്, അങ്ങനെ എല്ലാവരെയൊക്കെ വിളിച്ചിട്ട് അത്യാവശ്യം അടിപൊളിയായിട്ട് ആഘോഷിച്ചൊരു വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു സെക്കൻഡ് വെഡിങ് ആനിവേഴ്സറി. തേർഡ് വെഡിങ് ആനിവേഴ്സറിക്ക് ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ സർജറി കഴിഞ്ഞിട്ട് നാട്ടിൽ പോയി പെട്ടെന്ന്. അപ്പം ഞാൻ നാട്ടിലും ഏട്ടനും ഇവിടെയായിരുന്നു. പിന്നെ ഫോർത്തും ഫിഫ്ത്തും ഇപ്പോൾ ഒരുമിച്ചിട്ട്, ഫോർത്തിനും വലിയ പരിപാടിയൊന്നും ഇല്ലായിരുന്നു. ഇവിടെ തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ ചെറിയ രീതിയിൽ അന്ന് അതിൻ്റെ വ്ളോഗ് ഞാൻ ഇട്ടിട്ടുണ്ട്. ചെറിയ രീതിയിലുള്ളൊരു ആഘോഷമായിരുന്നു അന്നും. അതേപോലെ തന്നെ ഒരു കുട്ടി ആഘോഷമാണ് ഇപ്രാവശ്യവും. ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരുപാട് ആഘോഷിക്കുക, കുറേ ഗിഫ്റ്റുകൾ കൊടുക്കുക, അല്ലെങ്കിൽ എങ്ങോട്ടേലൊക്കെ പോവുക, യാത്രകൾ പോവുക, അതിനേക്കാളൊക്കെ
ഏറ്റവും വെഡിങ് ആനിവേഴ്സറി ആകുമ്പം വെഡിങ് ആനിവേഴ്സറി മാത്രമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം വെഡിങ് ആനിവേഴ്സറി ആയാലും ഞങ്ങളുടെ ബർത്ത്ഡേ ആയാലും ഒക്കെ എന്താഘോഷമായാലും ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടാവുക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ഭയങ്കര സന്തോഷമുള്ള കാര്യം. ഒരുമിച്ച് ഉണ്ടായാൽ തന്നെ ഭയങ്കര സന്തോഷമാണ്. ഇതിപ്പോൾ ഒരാൾ നാട്ടിൽ ഒരാൾ ഇവിടെ ആകുമ്പം എന്താഘോഷം വന്നു കഴിഞ്ഞാലും അത്രയ്ക്കൊരു സന്തോഷം ഉണ്ടാവില്ല, ഒരു വിഷമാണ്. അയ്യോ ഒരുമിച്ചില്ലല്ലോ, ആൾ കൂടെ ഇല്ലല്ലോ എന്നുള്ളൊരു സങ്കടം ഉണ്ടാവലുണ്ട്. അപ്പം ഒരുമിച്ച് ഉണ്ടാവുക എന്നുള്ളത് തന്നെ ഭയങ്കര ഭാഗ്യമാണ്, ഭയങ്കര സന്തോഷമാണ്. അപ്പം കഴിഞ്ഞ കൊല്ലം ഈ കൊല്ലം ഇപ്പം ഞങ്ങൾ ഒരുമിച്ചുണ്ട്. അടുത്ത കൊല്ലം ഇനി എങ്ങനെയാവുമെന്ന് അറിയില്ല. ചിലപ്പോൾ നല്ല മിക്കവാറും ഞാൻ നാട്ടിൽ തന്നെ ആയിരിക്കും, ഏട്ടനും ഇവിടെ ആയിരിക്കും. അപ്പോൾ ഒരുമിച്ചുള്ള സമയങ്ങൾ സന്തോഷമായിട്ടിരിക്കുക, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആ മൂമെൻറ്റ്സ് മെമ്മറബിൾ ആക്കുക, അടിപൊളിയാക്കുക, അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ കാഴ്ചപ്പാടുകളും ഞങ്ങളുടെ രീതികളും കേട്ടോ. അപ്പോൾ ഏട്ടൻ ഇപ്പം രാവിലെ തന്നെ ഓഫീസിൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഞാൻ രാവിലെ കുറച്ച് നേരത്തെ എഴുന്നേറ്റു, ഏട്ടൻ കുളിക്കാൻ പോയിട്ടുണ്ട്. ഇവിടെ ഇപ്പം നല്ല തണുപ്പാണല്ലോ. ഇന്നാണെങ്കിൽ രാവിലെ എഴുന്നേറ്റപ്പോൾ കുറച്ച് നേരത്തെ എഴുന്നേറ്റതുകൊണ്ടാണ് തോന്നുന്നുണ്ട് നല്ല തണുപ്പ്. അതാണ് ഞാൻ കോട്ടൊക്കെ ഇട്ടിട്ട് ഇരിക്കുന്നത് കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ പരിപാടികളൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ദിവസം നമ്മൾ എങ്ങനെ ആഘോഷിക്കണം എന്നുള്ളത് കുറച്ച് ദിവസമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങളെനിക്ക് വലിയ എന്തൊക്കെയോ പ്ലാനിങ് ആണെന്ന്, അങ്ങനെയൊന്നുമില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഏട്ടൻ ഓഫീസുണ്ട്, വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ഓഫീസുണ്ട്. അപ്പോൾ ഓഫീസിൽ പോകണം. ഓഫീസ് കഴിഞ്ഞ് വന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ ഒരുമിച്ചൊന്ന് അമ്പലത്തിൽ പോവാം. അമ്പലത്തിൽ പോയതിന് ശേഷം പിന്നെ പുറത്തുനിന്ന് എവിടുന്നേലും ഫുഡ് കഴിക്കുക, വരുന്ന വഴിക്ക് ഒരു കേക്ക് വാങ്ങിയിട്ട് കട്ട് ചെയ്യുക. അത്രയും ഉണ്ടായിരുന്നുള്ളൂ. അത്രയും കുഞ്ഞൊരു പ്ലാനിങ് ആയിരുന്നു. പക്ഷെ അവസാന നിമിഷമായപ്പോഴത്തേക്കും എനിക്ക് അമ്പലത്തിൽ പോകാൻ പറ്റാത്ത അവസ്ഥയിൽ എനിക്ക് അമ്പലത്തിലേക്ക് കയറാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ആ പ്ലാനിങ് അവിടെ മുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വേറെ ഒന്നുമില്ല. വൈകുന്നേരം ആകുമ്പോൾ വന്നിട്ട് ഒരുമിച്ച് പുറത്ത് പോവുക, ഫുഡ് കഴിക്കുക, മനസ്സും വയറും നിറച്ച് എവിടെന്നെങ്കിലും ഫുഡ് കഴിക്കുക, പിന്നെ കേക്ക് വാങ്ങുക, കട്ട് ചെയ്യുക. അത്രയേ ഉള്ളൂ നമ്മളെ പ്ലാനിങ്. വളരെ കുഞ്ഞാഘോഷമാണ്. പക്ഷേങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഒരുമിച്ചുള്ളത് കൊണ്ട് അതുപോലും ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഏട്ടൻ രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഓഫീസിലേക്ക് പോകാൻ നിൽക്കുകയാണ്. വെഡിങ് ആനിവേഴ്സറി എന്ന് പറഞ്ഞാൽ റൂമിൽ ഇരിക്കാൻ പറ്റില്ലല്ലോ, വർക്ക് ഉണ്ട്. അപ്പോൾ വർക്കിന് പോയേ പറ്റുള്ളൂ. അപ്പം ഞാൻ അതിന് പരാതി പറയാൻ കേട്ടോ, വെഡിങ് ആനിവേഴ്സറി ആയിട്ട് എനിക്ക് ലീവ് എടുത്തുകൂടെ. അപ്പോൾ ഏട്ടൻ പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, വൈകുന്നേരം വന്നിട്ട് നമുക്ക് ആഘോഷിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എനിക്കൊരു ഉമ്മയൊക്കെ തന്ന് സമാധാനിപ്പിച്ചിട്ട് മൂപ്പര് ഓഫീസിലേക്ക് പോവുകയാണ്. അങ്ങനെ ടാറ്റയൊക്കെ കൊടുത്ത് മൂപ്പരെ യാത്ര കഴിക്കാൻ ശേഷം ഞാൻ പിന്നെ നേരെ അടുക്കളയിലേക്ക് കയറി. എന്തെങ്കിലും ഒരു വിശേഷമുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ് മെയിൻ പരിപാടി. പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് ലഞ്ചിന് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കും കേട്ടോ. ഫുഡ് അടി ആണല്ലോ നമ്മളെ മെയിൻ. എനിക്കും ഏട്ടനും ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ അത്യാവശ്യം നന്നായി ഫുഡ് കഴിക്കുന്ന ആൾക്കാരുമാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് വിശേഷം ഉണ്ടെങ്കിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കും. അപ്പോൾ അതുപോലെ ഇപ്രാവശ്യം മന്തിയോ ചിക്കൻ ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലും ഉച്ചയ്ക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഏട്ടനോട് ചോദിച്ചപ്പോൾ ഏട്ടൻ പറഞ്ഞു ഇന്ന് സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കണ്ട, നമ്മൾ എന്തായാലും വൈകുന്നേരത്ത് പുറത്ത് പോയി ഫുഡ് കഴിക്കണ്ടല്ലോ. അപ്പോൾ ഉച്ചയ്ക്ക് പിന്നെയും ഹെവി ആയിട്ട് എന്തെങ്കിലും ബിരിയാണി മന്തി ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ഉച്ചയ്ക്ക് കഴിച്ചിട്ട് പിന്നെ വൈകുന്നേരം പുറത്ത് പോയി കഴിക്കുമ്പം ഒരു ഗുമ്മുണ്ടാവില്ല. പിന്നെ അത് മാത്രമല്ല, എനിക്ക് രാവിലെ തന്നെ നല്ല വയറുവേദനയും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഈ വയറുവേദന ഒക്കെ വെച്ചിട്ട് വെറുതെ ഓരോ സ്പെഷ്യൽ ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞിട്ട് അടുക്കളയിൽ വെറുതെ കുറേ നേരം നിന്ന് പണിയെടുക്കാൻ നിൽക്കണ്ട, റെസ്റ്റ് എടുക്ക്, നമുക്ക് വൈകുന്നേരം അടിപൊളിയാക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് സ്പെഷ്യലൊന്നും വേണ്ട, സാധാരണ ഉണ്ടാക്കണ മാതിരി ചോറും എന്തെങ്കിലും കറി ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അതുകൊണ്ട് ബിരിയാണി മന്തി ഉണ്ടാക്കുക എന്നുള്ള പ്ലാനൊക്കെ ക്യാൻസൽ ചെയ്തു. അപ്പം ഞാൻ എന്നത്തെ പോലെ തന്നെ ചോറ് വെച്ചു. പിന്നെ മത്തനും എരിശ്ശേരി ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഏട്ടനും ഇഷ്ടമാണ്. അതുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട, അത് മാത്രം മതി ചോറിനാൻ, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഉണ്ടാക്കാൻ കരുതി. മത്തൻ ഇരിക്കുന്നുണ്ടായിരുന്നു ഏതായാലും. അപ്പോൾ മത്തനൊക്കെ കട്ട് ചെയ്തിട്ട് അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഈ മത്തനും പയറും കൂടി എരിശ്ശേരി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മാത്രമായിട്ട് കഴിക്കാൻ, അതായത് ചോറൊന്നും കൂട്ടിയിട്ട് അല്ലാണ്ട് ഈ ഒരു കറി മാത്രം ഇങ്ങനെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഞങ്ങൾ അങ്ങനെയും കഴിക്കാറുണ്ട്, ഞങ്ങൾക്കത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട്. ഞങ്ങളെപ്പോലെ എരിശ്ശേരി ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളും ഇങ്ങനെ അത് മാത്രമായിട്ട് വെറുതെ കഴിക്കാറുണ്ടോ എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതുണ്ടാക്കാന്ന് വിചാരിച്ചു. പിന്നെ ഒന്നും സ്പെഷ്യൽ വേണ്ടാന്ന് പറഞ്ഞെങ്കിലും എൻ്റെ മനസ്സങ്ങോട്ട് അനുവദിക്കുന്നില്ല. നമ്മൾ മന്തി ബിരിയാണിയൊക്കെ ക്യാൻസൽ ചെയ്തെങ്കിലും എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് എന്തുണ്ടാക്കുമെന്ന് ആലോചിച്ചപ്പോഴാണ് കുറച്ച് ബീഫ് വാങ്ങിച്ചത് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി നമുക്ക് ഇടിയിറച്ചി ഉണ്ടാക്കാമെന്ന്. ഇടിയിറച്ചി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണക്കി ആ ഇറച്ചി കുറേ ദിവസം ഉണക്കിയിട്ടൊക്കെയാണ് ട്രഡീഷണൽ ആയിട്ട് ഉണ്ടാക്കുക. ഇത് അങ്ങനത്തതല്ല, ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു തട്ടിക്കൂട്ടി ഇടിയിറച്ചി ഉണ്ടാക്കിയാലോ എന്ന് പെട്ടെന്നൊരു പ്ലാൻ വന്നു. അപ്പോൾ അതുകൊണ്ട് വേഗം തന്നെ ബീഫ് കൊടുത്ത് വെള്ളത്തിലിട്ടിട്ട് അതും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നല്ല സന്തോഷമുള്ള ദിവസമാകുമ്പോൾ കുറച്ച് മധുരം വേണമല്ലോ, അപ്പോൾ കുറച്ച് പായസം കൂടി ഒന്ന് സെറ്റാക്കാം. പായസം വേണമെന്ന് ഏട്ടൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഏട്ടൻ്റെ ഫ്രണ്ട്സ് ആരോ ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ അവർക്ക് കുറച്ച് കൊടുക്കണം, പിന്നെ നമ്മളെ കസിന് കൊടുക്കണം. പിന്നെ ഞങ്ങൾ തൊട്ടപ്പുറത്തെ റൂമിൽ ഒരു ഫാമിലി ഉണ്ട്, അവിടുത്തെ അക്കേനായിട്ട് ഞാൻ ഭയങ്കര കമ്പനിയാണ്. അപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുകയാണെങ്കിലൊക്കെ അക്ക ഞങ്ങൾക്ക് കൊണ്ടുവരും. അപ്പം നമുക്കൊരു സന്തോഷമുള്ള ദിവസം നമ്മളൊരു സ്പെഷ്യൽ ഡേയിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് അവർക്കും കൊടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവർക്കും കൂടി കൊടുക്കാനൊക്കെ ആയിട്ട് കുറച്ച് കൂടുതൽ
പായസം ഉണ്ടാക്കാന്ന് വിചാരിക്കുന്നുണ്ട്. ചോറും കറിയുടെ ഒക്കെ പണിയൊന്ന് ഒതുങ്ങിയിട്ട് വേണം പായസം ഉണ്ടാക്കാൻ. മത്തനൊക്കെ കട്ട് ചെയ്ത് കഴുകി അവിടെ വെച്ചിട്ടുണ്ട്. പയറ് വേവാൻ വേണ്ടിയിട്ട് കുക്കറിലും വെച്ചിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ കുറച്ച് പൊടികളൊക്കെ ഒന്ന് പാത്രത്തിലേക്ക് ആക്കാനുണ്ടായിരുന്നു കേട്ടോ. ഗരം മസാല, പിന്നെ അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, അതൊക്കെ കാലിയായിട്ടുണ്ട് കുപ്പിയിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് റീസ്റ്റോക്ക് ചെയ്യാണ്. പൊടികളൊക്കെ സാധാരണ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരലാണ്. പക്ഷേങ്കിൽ ഇപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൊടിയൊക്കെ തീർന്നുകൊണ്ട് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല, മീറ്റ് മസാല, ഇതൊക്കെ ഇപ്പോൾ ഞാൻ ഇവിടുന്ന് വാങ്ങുകയാണ് ചെയ്തത്. എനിക്ക് ഇവിടുന്ന് വാങ്ങണ പൊടിനോട് വലിയ താല്പര്യമില്ല. പിന്നെ തീർന്നു കഴിഞ്ഞാൽ വേറെ നിവർത്തില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് വാങ്ങിയേ പറ്റുള്ളൂ. അങ്ങനെ വാങ്ങിച്ചു. ഈ കാര്യം ഞാൻ കഴിഞ്ഞ സെറ്റ് ഒരു ഷോർട്സിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ മഞ്ഞപ്പൊടി വലിയൊരു പാക്കറ്റും കൂടി നമ്മളെ നാട്ടിൽ നിന്ന് കൊടുന്നത് ഇവിടെ ഇരിക്കുന്നുണ്ട്. അത് നമ്മളെ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച മഞ്ഞപ്പൊടിയാണ് കേട്ടോ. അപ്പം അത് തീർന്നിട്ടില്ല, അത് ഇവിടെ ഉണ്ട്. അപ്പം അതൊക്കെ ഒന്ന് റീസ്റ്റോക്ക് ചെയ്യണം. പിന്നെ ചോറ് വെന്ത് ഊറ്റി വെച്ചു. അപ്പോഴത്തേക്ക് വൻപയർ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചേക്കണം മത്തനും പിന്നെ കുറച്ച് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പൊക്കെ കൂടി ഇട്ടിട്ട് ആ മത്തനൊന്ന് വേകാൻ വേണ്ടിയിട്ട് ഒറ്റൊരു വിസിലും കൂടി അടുപ്പിച്ചെടുത്തു. കടുക് പൊട്ടിച്ച് ഉള്ളി മൂപ്പിച്ചിട്ട് തേങ്ങ കുറച്ചിട്ട് വറുത്തിട്ട് അതിലേക്കാണ് നമ്മൾ ഈ വൻപയറും മത്തനും കൂടി വേവിച്ചത് ഒഴിച്ചത്. ആ താളിപ്പിലേക്കാണ് ഒഴിക്കുന്നത്. എന്നിട്ട് പിന്നെ നമ്മൾ തേങ്ങയും കുറച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ജീരകവും കൂടിയുള്ള അരപ്പും കൂടി റെഡിയാക്കിയിട്ട് അതും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി മത്തനെരിശ്ശേരി റെഡിയായി. പിന്നെ ഈ വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ നന്നാക്കുന്നത് ഇടിയിറച്ചിക്ക് വേണ്ടിയിട്ടാണ്. ഇടിയിറച്ചി ഇങ്ങനെ ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്ര കോൺഫിഡൻസ് അല്ല, ഞാൻ ട്രൈ ചെയ്ത് നോക്കുകയാണ് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ റെസിപ്പി ഞാൻ പറയണില്ല. ഞാൻ ഈ പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് സക്സസ് ആണ്, സംഭവം അടിപൊളിയാണെന്നുണ്ടെങ്കിൽ ഇനി ഞാനൊരു പ്രാവശ്യം അതിൻ്റെ റെസിപ്പി ഷോർട്ടായിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും ലോങ് വീഡിയോയിലോ കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ സെറ്റാക്കി അത് ചതച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതൊക്കെ ചതച്ച് ബീഫും നല്ലപോലെ ഇടിയിറച്ചി പരുവത്തിലാക്കി നല്ലപോലെ വരട്ടി സെറ്റാക്കിയിട്ട് ഇടിയിറച്ചിയും റെഡിയാക്കി എടുത്തു. അതോട് കൂടിയിട്ട് ഇനി വേറെ കറികളൊന്നും ഉണ്ടാക്കണില്ല. ഈ മത്തനരിശ്ശേരിയും ഈ ഇടിയിറച്ചിയും തന്നെ ധാരാളം ചോറുണ്ടാൻ. അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്തു. ഇനി പായസവും കൂടി വെക്കണം. പായസത്തേക്കുള്ള പാലാണ് ഞാൻ ഇവിടെ ഇങ്ങനെ തിളപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പാല് നല്ലപോലെ തിളപ്പിച്ചൊന്ന് കുറുക്കിയതിന് ശേഷം നമ്മൾ പായസം വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ പാലട പായസമാണ് വെക്കുന്നത്. മറ്റേ കാരമലൈസൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ പാലട പായസം ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്നതാണ്. എന്തെങ്കിലും വിശേഷം വരുമ്പോഴൊക്കെ അധികവും പാലട പായസം തന്നെ ഉണ്ടാക്കാറ്, അല്ലെങ്കിൽ സേമിയ. ഇത് രണ്ടുമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഒന്നെങ്കിൽ പാലട പായസം വെക്കും അല്ലെങ്കിൽ സേമിയ വെക്കും. അപ്പോൾ ഇപ്രാവശ്യം പാലടയാണ് വെക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ പായസവും റെഡിയാക്കി. അപ്പോഴത്തേന് ഏട്ടൻ ഓഫീസിൽ നിന്ന് വന്നു. പിന്നെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അതിനുശേഷം പ്രത്യേകിച്ച് വേറെ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ കുറച്ച് നേരം ഫോണൊക്കെ നോക്കി അങ്ങനെ കിടന്നു. പിന്നെ കുറച്ച് എഡിറ്റിങ്ങും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു. അങ്ങനെ വൈകുന്നേരം വരെ അങ്ങനെയൊക്കെ പോയി. പിന്നെ വൈകുന്നേരം പേട്ടൻ ഓഫീസിൽ നിന്ന് വന്നു. എന്നിട്ട് ഞങ്ങൾ പുറത്ത് പോകാനുള്ള തയ്യാറെടുപ്പാണ്. അതിനുവേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഞാനിതിൻ്റെ പുതിയ ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമ്മൾ പുറത്തേക്ക് പോവുകയാണ്. അങ്ങനെ റെഡിയാളൊക്കെ കഴിഞ്ഞപ്പം ഒരു ഗ്ലാസ് പായസം എടുത്തു. ഒരു ഗ്ലാസ് എനിക്കും ഒരു ഗ്ലാസ് ഏട്ടനും. ഉച്ചയ്ക്ക് കുടിച്ചിട്ടുണ്ടായിരുന്നില്ല പായസം, കൊടുക്കാനുള്ളവർക്കൊക്കെ കൊടുത്തു. എന്നിട്ട് നമ്മൾ രണ്ടാളും പായസം കുടിക്കുകയാണ്. ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ എന്നെ പൊക്കി പറയാമെന്ന് വിചാരിക്കരുത്. ഇപ്രാവശ്യത്തെ പായസം അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മധുരം ഓവറായി പോയിട്ടൊന്നുമില്ല, പാകത്തിനുള്ള മധുരമായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രത്യേക ഒരു ടേസ്റ്റ്. എനിക്ക് പായസം വെക്കുമ്പോൾ അല്ലെങ്കിലും ഓവർ മധുരം ഇഷ്ടമല്ല, എനിക്കൊരു പാകത്തിനുള്ള മധുരമാണ്. അപ്പം എനിക്ക് പായസം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും മധുരമൊക്കെ പാകത്തിനായിരുന്നു. അങ്ങനെ പായസം കുടിച്ചതിന് ശേഷം ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ പോണ വയ്ക്കാൻ ഞങ്ങളെ കസിനെയും കൂട്ടിയിട്ടോ. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. ബാക്കി കുറേ കസിൻസ് ഉണ്ട്, പക്ഷെ അവരൊക്കെ കുറച്ച് ദൂരത്താണ്. ഇപ്പം ഞങ്ങളെ റൂമിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് ഫുഡ് കഴിക്കാൻ പോയപ്പോൾ ഞങ്ങൾ അവനെയും കൂടെ കൂട്ടി. നല്ല വർത്താനം. എന്തൊക്കെയുണ്ട് വർത്താനങ്ങൾ? നല്ല വർത്താനം. അങ്ങനെ നമ്മൾ വൈകുന്നേരം ആയപ്പം ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. സമയം 7 മണി. വൈകുന്നേരം കുറച്ച് നേരത്തെ ഇറങ്ങണം എന്ന് വിചാരിച്ചു, പക്ഷെ ഇറങ്ങിയപ്പോൾ 7 മണിയായി. എന്നിട്ട് എന്താണ് പരിപാടി? പിന്നെ വെറുതെ പുറത്തേക്ക് ഇറങ്ങിയതാ. വേറെ പ്രത്യേകിച്ച് പരിപാടി ഒന്നും ഇല്ല. നമ്മളൊന്ന് എവിടെയെങ്കിലും പോയി കുറച്ച് നല്ല ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചല്ലേ. ഫുഡ് കഴിച്ച് ആഘോഷിക്കാന്ന് വിചാരിച്ച്. നമ്മളെവിടേക്കാ പോണെന്ന്? എവിടേക്കാ പോണ ഫുഡ് കഴിക്കാൻ? എവിടേക്കാ പോണത്? നിങ്ങൾക്ക് അറിയില്ല എവിടേക്കാ പോണതെന്ന്? അവര് അന്തല്ലാതെ പോവാ നിങ്ങള് വണ്ടി ഓടിച്ചാണ്ട്? അല്ലെങ്കിൽ അന്തല്ലേ കേക്ക്. ഞാൻ നാട്ടുകാരെ കൂടി അറിയിച്ചോ. ഞങ്ങള് പൊറോട്ട ഹട്ടില് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. പൊറോട്ട ഹട്ട് ഓപ്പൺ ആയിട്ട് നമ്മൾ ഇതുവരെ പോയിട്ടില്ല. അന്ന് അതിന്റെ ഉദ്ഘാടനത്തിന് അന്ന് നമ്മൾ അതിന്റെ മുന്നിൽ കൂടെ പോയി. അപ്പൊ കയറണം എന്ന് വിചാരിച്ച പക്ഷെ ഭയങ്കര തിരക്കായിരുന്നു. അന്ന് നമ്മള് സിനിമയ്ക്ക് പോയിരുന്നു അല്ലേ? അല്ലല്ല, സിനിമയ്ക്ക് പോവാണ്. അപ്പൊ ലേറ്റ് ആവുന്ന പറഞ്ഞിട്ട് നമ്മൾ കയറാതെ പോയി, പാർക്കിംഗ് കിട്ടാഞ്ഞിട്ട്. അപ്പൊ ഞങ്ങള് ഇന്നിപ്പോ എന്തായാലും പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ ഒരു പ്ലാൻ വന്നപ്പം പൊറോട്ട ഹട്ട് പോവാന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പാർക്കിംഗ് അവിടെ കിട്ടുന്നൊരു കഥ തന്നെയാണ്. എന്തായാലും നമ്മള് പോയി ഫുഡ് കഴിക്കും.
എന്തൊക്കെയാ പൊറോട്ട അല്ലാണ്ട് വേറെ എന്താ ഉള്ളത്? പൊറോട്ട മാത്രം? വെറൈറ്റി പൊറോട്ടകൾ അല്ലേ? എന്തായാലും പോയി നോക്കാം. ചായ ഉണ്ട് തോന്നുന്നു അവിടെ, സമ്മർ ചായ. ഒന്ന് കൊറ തിന്നും. നല്ല കാപ്പി ഉണ്ട്. പിന്നെ ഇളനീർ ചിക്കൻ ഉണ്ട്. ഇളനീർ ചിക്കനോ? ഇളനീർ ചിക്കൻ ഉണ്ട്. ബീഫിന്റെ എന്ത് സംഭവം ഉണ്ട് പറയുന്നുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ളത്. ബൺ പൊറോട്ട ഉണ്ട് അല്ലേ? ചിക്കൻ ഫ്രൈ, ചിക്കൻ ചില്ലി എന്തൊക്കെയാ പറയാനുണ്ട്. എല്ലാം ഓരോ പ്ലേറ്റ് ഒക്കെ എടുക്കല്ലേ? എന്തായാലും വേറെ പരിപാടി ഒന്നും ഇല്ല. അപ്പൊ ഫുഡ് കഴിച്ച് ആഘോഷിക്കാന്ന് വിചാരിച്ചു. ഞങ്ങള് രണ്ടാളും ഫുഡീസാണ്. അപ്പൊ നമുക്ക് ഫുഡ് കഴിച്ച് ആഘോഷിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഉമ്മലസ്ത് പുതുതായിട്ട് ഓപ്പൺ ചെയ്ത പൊറോട്ട ഹട്ടിലേക്കാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നത്. ഇതൊരു കുട്ടി ഷോപ്പാണ്. ഭയങ്കരമായിട്ട് സ്പേസ് കുറവാണ്, സീറ്റിംഗ് ഭയങ്കര കുറവാണ്, എന്നാൽ നല്ല തിരക്കും ഉണ്ട്. കുറേ ആൾക്കാരൊക്കെ സീറ്റ് ഇട്ടാണ്ട് കുറേ നേരമായിട്ട് പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. ഞങ്ങൾക്ക് പാർക്കിംഗ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നെങ്കിലും പെട്ടെന്ന് സീറ്റ് കിട്ടി. ചെന്നപ്പോൾ തന്നെ സീറ്റ് കിട്ടി. ഞങ്ങൾ അവിടെ ചെന്നിട്ട് ആദ്യം തന്നെ ഓരോ ഗ്ലാസ് കോഫിയാണ് ഓർഡർ ചെയ്തത്. ഇവിടുത്തെ കോഫി അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട് കോഫി ഓർഡർ ചെയ്തു. പക്ഷേങ്കിൽ അങ്ങനെ ഭയങ്കര വെറൈറ്റി ആയിട്ടോ ഭയങ്കര ടേസ്റ്റ് ആയിട്ടോ തോന്നിയില്ല. എനിക്ക് നോർമൽ ഒരു കോഫി ആയിട്ടാണ് തോന്നിയത്. കുഴപ്പമുണ്ടായിരുന്നില്ല, ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് ഇളനീർ ചിക്കനും ചിക്കൻ ഫ്രൈയും ഓരോ ബൺ പൊറോട്ടയും ഓരോ നൂൽ പൊറോട്ടയും വാങ്ങിച്ചു. നൂൽ പൊറോട്ട നമ്മൾ പലയിടത്തും കഴിച്ചിട്ടുണ്ട്, പക്ഷെ ബൺ പൊറോട്ട വരെ കഴിച്ചിട്ടില്ല. ഒരുപാട് കേട്ടിട്ടുണ്ട്, പക്ഷേങ്കിൽ തമിഴ്നാട് സ്പെഷ്യലാണ് ബൺ പൊറോട്ട. പക്ഷേങ്കിൽ ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പം നമ്മൾ ബൺ പൊറോട്ട കഴിക്കാനുള്ളൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എങ്ങനെ ഉണ്ട് എന്നുള്ളത്. സംഭവം ഫുഡ് ഓർഡർ ചെയ്തത് വന്ന് കൈ കിട്ടി കഴിച്ചപ്പം എന്താ പറയുക, ഇളനീർ ചിക്കൻ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചിക്കൻ ഫ്രൈ ഒരു നോർമൽ ടേസ്റ്റ്. പിന്നെ നൂൽ പൊറോട്ടയും കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ബൺ പൊറോട്ട എനിക്ക് ഇതിന് മുന്നേ കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് ടേസ്റ്റ് കമ്പയർ ചെയ്ത് പറയാൻ അറിയില്ല. എന്നാലും ഇത് കഴിച്ചപ്പം എനിക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്, കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. പക്ഷേങ്കിൽ ഇനി ബൺ പൊറോട്ടൻ്റെ ഉള്ള അങ്ങനെ വേവാത്ത, ഇനി അത് ബൺ പൊറോട്ട എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് എന്തോ ഉള്ളധികം വേവാത്ത പോലെ അങ്ങനെ തോന്നി. പക്ഷേ എനിക്ക് നൂൽ പൊറോട്ട നല്ല ഇഷ്ടമായിട്ടോ. പിന്നെ ചെറിയ നൂൽ പൊറോട്ടയാണ്. പിന്നെ ബൺ പൊറോട്ട എന്ന് പറയുന്നത് ചെറുത് തന്നെയാണ്. പക്ഷെ ആ രണ്ടെണ്ണം കഴിച്ചപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് വയറ് നിറഞ്ഞു. ആ ചിക്കൻ ഫ്രൈയും ഇളനീർ ചിക്കനൊക്കെ കൂടെ ആയതുകൊണ്ട് ഞങ്ങൾ ഇനിയും പൊറോട്ട ഓർഡർ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ പറ്റിയില്ല. അപ്പോഴത്തേക്കും അത് അത്രയും കഴിച്ചപ്പോഴത്തേക്കും നല്ലപോലെ വയറ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഓവറോൾ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഫുഡാണ്, ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഭയങ്കര അടിപൊളിയാണെന്ന് ഞാൻ പറയില്ല, പക്ഷേങ്കിൽ ഒരു ഓക്കെയാണ്. നമുക്ക് ഇടയ്ക്കൊക്കെ പോയി കഴിക്കാൻ പറ്റിയ അത്യാവശ്യം നല്ല ഫുഡാണ്, നല്ല സർവീസാണ്. ഇത് എൻ്റെ അഭിപ്രായമാണ് കേട്ടോ ഞാനീ പറയണത്. പിന്നെ നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ബഹറിലുള്ള പൊറോട്ട ഹട്ടിൽ പോയിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്, നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായിരുന്നു എന്നുള്ളത് പറയാം കേട്ടോ. അങ്ങനെ അവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് എൻ്റെ കെട്ടിയോൻ എനിക്ക് വേണ്ടി പ്ലാൻ ചെയ്ത ആനിവേഴ്സറി സർപ്രൈസ് എൻ്റെ നേരെ വന്നത്. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. എനിക്കപ്പോൾ എന്താ പറയേണ്ടത്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ അന്തം വിട്ടിരിക്കണേ. എനിക്ക് പെട്ടെന്ന് നാണൊക്കെ വന്നു കേട്ടോ, കാരണം അപ്പുറത്തൊക്കെ ആൾക്കാർ ഇരിക്കല്ലേ. അപ്പോൾ അവരൊക്കെ നോക്കണൊക്കെ എനിക്ക് ആകെ കൂടെ എന്തൊക്കെ ഒരു ഫീലിംഗ് ആയിരുന്നു. ഭയങ്കര സന്തോഷമായി. അപ്പം ഞാൻ ആകെ ഇങ്ങനെ അന്തം വിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ വേണ്ടി പറ്റും. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അവിടെ വെച്ചിട്ട് അങ്ങനെ ഒരു സർപ്രൈസ് എനിക്ക് കിട്ടും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. എനിക്ക് ഭയങ്കര സന്തോഷമായി. സന്തോഷം കാരണം എനിക്ക് കരച്ചിലും വരുന്നുണ്ട്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം വന്നത്. എനിക്ക് കരച്ചിൽ വരും. പക്ഷെ എല്ലാവരും നോക്കി നിൽക്കണമെങ്കിൽ കരയാനും വഹിക്കുന്നില്ല. ആകപ്പാടെ വല്ലാത്തൊരവസ്ഥയായി പോയിട്ടു. ഞാൻ എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കണ്ണിന്ന് വെള്ളം ചാടുമെന്ന് എനിക്കറിയാം. അപ്പം അത് കാരണം ഞാനൊന്നും മിണ്ടാണ്ട് അങ്ങനെ ചിരിച്ച് അങ്ങനെ ഹാൻഡിൽ ചെയ്തു ആ ഒരു സിറ്റുവേഷൻ. കരച്ചിൽ വരുന്നുണ്ടെന്നുള്ളത് മാത്രമല്ല, എനിക്കാണെങ്കിൽ അപ്പം മനോഹരനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കണം എന്നൊക്കെ തോന്നിയിട്ടോ. പക്ഷേങ്കിൽ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ കയ്യിലും ഒക്കെ എച്ചിലാണ്. അങ്ങനെയൊക്കെയുള്ള അതൊരു പ്രശ്നം. പിന്നെ എല്ലാവരും നോക്കുന്നതിൻ്റെ ഒരു ചടപ്പും അങ്ങനെ ആകെ മൊത്തത്തിൽ എന്തായാലും അടിപൊളിയായിരുന്നു. കാരണം നമുക്ക് എന്നും ഓർത്തിരിക്കാൻ പറ്റിയ നല്ല മനോഹരമായ നിമിഷങ്ങളായിരുന്നു, അടിപൊളി മൊമെൻറ്റ്സ് ആയിരുന്നു. അങ്ങനെ പിന്നെ അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് അവിടെ തന്നെ കേക്കും കട്ട് ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ റൂമിലേക്ക് പോരുന്നത്. വേറെ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ നേരെ റൂമിലേക്ക് പോരാട്ടോ ചെയ്തത്. ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇതന്നെ ഭയങ്കരമായിട്ട് സന്തോഷിക്കാനുള്ള ഒരു ദിവസമായിരുന്നു. അപ്പം അങ്ങനെ 5ാമത് വെഡിങ് ആനിവേഴ്സറി ഇവിടെ പൂർണ്ണമാവുകയാണ്. ആറാമത്തേന് തുടക്കം കുറിക്കല്ലേ. അപ്പോൾ ഞങ്ങളുടെ 5th വെഡിങ് ആനിവേഴ്സറി വലിയ പരിപാടികളൊന്നും ഇല്ലാതെ നല്ലോണം ഫുഡൊക്കെ കഴിച്ച് കുഴപ്പമില്ലാതെ സന്തോഷം. ഒരുപാട് ആഘോഷങ്ങളോ ബഹളോ ഒന്നും ഇല്ല. ഞങ്ങൾ രണ്ടാളും മാത്രമുള്ള അവസാനം ഇപ്പോൾ കസിനും കൂടി ജോയിൻ ചെയ്ത്
അങ്ങനെ ചെറിയൊരു പരിപാടി ആയിരുന്നുണ്ടെങ്കിലും വേറെ കുറച്ച് നല്ല ഫുഡൊക്കെ കഴിച്ച് ഉള്ളത് സന്തോഷത്തോടെ ആഘോഷിച്ച്. അപ്പം എന്നും ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുക. അപ്പം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. അപ്പം നമ്മുടെ ഈ വർഷത്തെ വെഡിങ് ആനിവേഴ്സറി ഇവിടെ വെഡിങ് ആനിവേഴ്സറി ആഘോഷങ്ങളുടെ പര്യവസാനമായി. അലർജിന്റെ ചുമ അത് പോട്ടെ. ഇനി നമുക്ക് 6th വെഡിങ് ആനിവേഴ്സറി എങ്ങനെയായിരിക്കും എന്ന് നോ ഐഡിയ. കാരണം അല്ലേ, മനോഹരനും ഇവിടെ ഞാൻ നാട്ടിലും ആയിരിക്കും ചിലപ്പം, നോക്കാം. അപ്പം എന്തായാലും ഈ വർഷം ഇങ്ങനെയൊക്കെ പോയി. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് ബൈ.